കുളപ്പിൽശാല വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയാണ് പി.സി. വിഷ്ണുനാഥ്. ആശുപത്രി എന്തിനാണ് സാർ പൂട്ടിയിടുന്നത്? അവിടുത്തെ ഡോക്ടർ അതിന് മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടി, വനിതാ ജീവനക്കാരുണ്ട്, പട്ടി വരും, അതുകൊണ്ട് ആശുപത്രി പൂട്ടിയിട്ടു എന്നാണ്. അതിനൊരു സെക്യൂരിറ്റിയെ വെച്ചാൽ പോരെ സാർ? ഒരു സെക്യൂരിറ്റിയെ വെച്ചാൽ പരിഹരിച്ചുകൂടെ ഇത്? പട്ടി വരുമെന്നുള്ളത് കൊണ്ട് ആശുപത്രി പൂട്ടിയിടുകയാണോ ചെയ്യേണ്ടത്? പിന്നീട് ചില ആളുകൾ വന്നു, അവരെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നൽകിയ പ്രാഥമിക ചികിത്സയെ സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ അടങ്ങുന്ന പരാതി DMOയ്ക്ക് അവർ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ജാസ്മിൻ. ഞാനത് സമയക്കുറവുകൊണ്ട് വായിക്കുന്നില്ല. 7-8 മിനിറ്റിന് ശേഷം ആംബുലൻസിൽ കയറ്റി ഇയാളെ. അപ്പോഴേക്കും ഈ പരാതിയിൽ പറഞ്ഞൊരു ഭാഗം ഞാൻ വായിക്കാം സാർ. ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്റെ ഭർത്താവിന്റെ ചുണ്ട് കറുക്കുകയും മൂക്കിൽ നിന്ന് പതവരികയും ചെയ്തു. അല്പസമയം കൊണ്ട് അദ്ദേഹം ബോധരഹിതനാവുകയും ചെയ്തു. സാർ, അദ്ദേഹത്തിന് CPR നൽകണമെന്ന് ആവശ്യപ്പെട്ടു, നൽകിയില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആദ്യം ഭാര്യയോട് ചോദിച്ചത് CPR നൽകിയിരുന്നോ എന്നാണ്. സാർ, ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് എന്തോ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയുമായി അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയതിനു ശേഷം കിട്ടിയ ഇടവേളയിൽ അവരുമായി സംസാരിച്ചു. ഈ നിമിഷം വരെ ആരോഗ്യ വകുപ്പിന്റെ ഒരു അന്വേഷണ സംവിധാനവും ആ സ്ത്രീയോട് ഒരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല. സാർ, ഇന്ന് മന്ത്രി മറുപടി പറയാൻ പോവുകയാണ്. ഇവരല്ലേ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ? അവരുടെ ഒരു മൊഴിയില്ലാതെ, വിശദീകരണമില്ലാതെ എന്ത് റിപ്പോർട്ടാണ് സാർ ഈ സർക്കാർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? സാറ്, ഈ പാലക്കാട്ട് കുട്ടിയുടെ കാര്യം, കളിക്കുന്നതിനിടയിൽ പരിക്ക് പറ്റിയതാണ്, ആശുപത്രിയിൽ എത്തിച്ചു. അവിടുത്തെ ആശുപത്രിയിൽ മുറിവുണ്ടായി, മുറിവിന്റെ പുറത്ത് വെച്ച് പ്ലാസ്റ്റർ ചെയ്തു. അത് പഴുത്ത് വേദന വന്നപ്പോൾ രണ്ടാമത് ആശുപത്രി കൊണ്ടു ചെന്നു. ഒരു പരിശോധന നടത്തിയില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീണ്ടും വിട്ടു. അവസാനം സാർ അത് പഴുത്ത് അളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയായി സാർ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ് സാർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് കൈ മുറിച്ച് കളഞ്ഞു സാർ. ആ കുഞ്ഞാ ചോദിക്കുന്നത്, അമ്മ ഇങ്ങോട്ട് വന്നപ്പോ കൈ ഉണ്ടായിരുന്നില്ല, എന്റെ കൈ എവിടെ പോയി? ആ കുഞ്ഞിന് എന്ത് മറുപടിയാണ് സാർ? നമ്മുടെ സിസ്റ്റത്തിന്റെ ഇരയല്ലേ സാർ? സിസ്റ്റത്തിന്റെ ഇരയല്ലേ? നിരപരാധിയായ കുഞ്ഞ് നഷ്ടപ്പെട്ടില്ലേ? കൈ നഷ്ടപ്പെട്ടില്ലേ സാർ? ഇവിടെ ഇത് മാത്രമാണോ? 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എത്ര കേസുകളാണ് സാർ? ഇപ്പൊ കിളിമാനൂർ കഴിഞ്ഞ ദിവസം അപകടം ഉണ്ടായി. ആ അപകടത്തിൽ പരിക്ക് പറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയ ആൾക്ക് ചികിത്സാ പിഴവുണ്ടായി, മരണപ്പെട്ടു എന്ന ആക്ഷേപം കുടുംബം ഉന്നയിച്ചിരിക്കുകയാണ് സാർ. സാർ, പമ്പ സർക്കാർ ആശുപത്രിയിൽ മുറിവിൽ കത്രിക വെച്ച് കെട്ടി സാർ. SATയിലെ അണുബാധ ബാധിച്ച് പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു സാർ. മാനന്തവാടി ആശുപത്രിയിൽ പ്രസവശേഷം 75 ദിവസം കഴിഞ്ഞ് വയറിൽ നിന്ന് തുണി കിട്ടി സാർ. അവര് പെൺകുട്ടി ചെന്നപ്പോ അവരുടെ അമ്മയോട് നിങ്ങളെ മോള് മാത്രമേ പ്രസവിക്കത്തുള്ളൂ എന്നാ ചോദിച്ചത്. അവസാനം ശുചിമുറിയിൽ നിന്ന് ഈ തുണി പുറത്തു വരികയാണ്. അത്രയും ദിവസം ഈ തുണിയുമായിട്ട് ഈ മരണവേദന ആ സ്ത്രീ അനുഭവിച്ചു സാർ. ജനറൽ ആശുപത്രിയിൽ സുമയ്യ എന്ന സ്ത്രീയുടെ ശരീരത്തിൽ ഗർഡ് വയർ കുടുങ്ങി സാർ. സാർ, ഇവിടെ മനോരമയുടെ എഡിറ്റോറിയൽ ഉണ്ട്, സിസ്റ്റത്തിന്റെ ഇരകൾ ഹർഷീന, സുമയ്യ, ദേവി. സാർ, ഈ ഹർഷീന ഇന്നു മുതൽ തിരുവനന്തപുരത്ത് സമരം ആരംഭിച്ചിരിക്കുകയാണ് സാർ. 4.5 കൊല്ലം ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ ഫ്രീ ആയിട്ട് ഒരു കത്രികയും കൂടെ വെച്ച് തുന്നിയാണ് വിട്ടത്. 4.5 കൊല്ലം ആ കത്രികയുമായി ആ സഹോദരി ജീവിച്ചു ഹർഷീന. ഗവൺമെന്റ് ഒരുപാട് വാഗ്ദാനങ്ങൾ മന്ത്രി നേരിട്ട് പോയി കൊടുത്തു. ഒരു വാഗ്ദാനവും പാലിക്കപ്പെടാത്തത് കാരണം അവർ ഇന്നു മുതൽ സമരത്തിലാണ് സാർ. ഈ തിരുവനന്തപുരത്ത് അവർ സമരം തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ അങ്ങേക്കറിയാമല്ലോ, നമ്മുടെ സ്റ്റാഫാണ്, അസംബ്ലി സ്റ്റാഫാണ്. MLA ഹൗസിൽ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് രാജേന്ദ്രൻ നായരെന്നോ മറ്റോ ആണ്. CPIയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു, സുബാലിനൊക്കെ അറിയാവുന്ന ആളാണ്. 42 മണിക്കൂറാണ് സാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ലിഫ്റ്റിൽ കിടന്നത്. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. 42 മണിക്കൂർ ഒരാൾ ലിഫ്റ്റിൽ ബോധം കെട്ട് കിടന്നിട്ട് ആ ലിഫ്റ്റ് 42 ദിവസം പ്രവർത്തിക്കാതായിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല. സിസ്റ്റാണ് സാർ, സിസ്റ്റത്തിന്റെ തകരാണ് സാർ. അദ്ദേഹനോട് പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയ്ക്ക് കത്തെഴുതി, കാരണം അദ്ദേഹം ഉറപ്പിച്ചു ഞാൻ മരിച്ചു പോകുന്നു. ഡെഡ് ബോഡി കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹങ്ങൾ എഴുതിക്കൊണ്ട് അദ്ദേഹം ഭാര്യയ്ക്ക് ഒരു കത്തെഴുതി വെച്ചു സാർ. രാജേന്ദ്രൻ നായർ, CPI നേതാവ്, നമ്മുടെ സ്റ്റാഫ്. സാർ, ഇങ്ങനെ എത്ര 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 കേസുകൾ, ഓരോ കേസുകൾ ഉണ്ടാകുന്ന സമയത്തും റിപ്പോർട്ട് തേടും. റിപ്പോർട്ട് തേടൽ ഉണ്ടാകാതെ ഒരു നടപടിയും ഉണ്ടാകാത്തത് മൂലം ഇതിങ്ങനെ ആവർത്തിക്കുകയാണ് സാർ.